ദീപക് മലയമ്മയിലേക്ക് പോകാം. ദീപക് മലയമ്മ, നിലമ്പൂരിനായി നാടിനായി അമ്പുക്ക എന്ന മുദ്രാവാക്യമാണല്ലോ മുഴങ്ങുന്നത്. സുജയ്, ഇപ്പോൾ ചുങ്കത്തറ പിന്നിട്ട് റോഡ് ഷോ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ എടക്കര ഉൾപ്പെടെയുള്ള പ്രദേശമാണ് എത്തേണ്ടത്. ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ആവേശം ഒട്ടും ചോരാതെയാണ് ഈ ഒരു റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. നഗരമധ്യത്തിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ കാത്തു നിൽക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വൈകിട്ട് 3:30-4 മണിയോട് കൂടിയാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത്. അതിപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിട്ടും ചുങ്കത്തറ മേഖലയിലേക്ക് മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇനിയും ഏറെ ദൂരം പിന്നിട്ട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും ഈ റോഡ് ഷോ അക്ഷരാർത്ഥത്തിൽ ഒരു മുന്നറിയിപ്പായി പി വി അൻവർ മാറ്റിയെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടതു വലത് മുന്നണികൾ നേരത്തെ പറഞ്ഞിരുന്നത് പി വി അൻവർ ഒരു ഫാക്ടർ ആവില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പൂർണ്ണമായും ഒരു ഫാക്ടർ അല്ല എന്ന് എഴുതിത്തള്ളാൻ കഴിയില്ല തന്നെ എന്നുള്ളത് പി വി അൻവർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടിയാണ് ഈ റോഡ് ഷോ കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ വൈകിട്ട് 7 മണിക്കാണ് വഴിക്കടവിൽ ഒരു പൊതുസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. യൂസഫ് പത്താനായിരിക്കും അതിൽ മുഖ്യാതിഥിയായി സംസാരിക്കുക. ആളുകളെ അഭിവാദ്യം ചെയ്ത യൂസഫ് പത്താൻ സംസാരിക്കുന്നതും ആ ഘട്ടത്തിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് ഈ റാലിയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പക്ഷേ ഇനി വരുന്ന 19-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ പേരിലുള്ള വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള ആശങ്ക ഇരു മുന്നണികൾക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. നേരത്തെ ചെറിയ വോട്ട് പി വി അൻവർ പിടിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ഓളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിലെ വിധിയെ നിർണ്ണയിക്കാനോ പി വി അൻവറിന് കഴിയില്ല എന്നുള്ളതായിരുന്നു ഇരു മുന്നണികളുടെയും അവകാശവാദം. എന്നാൽ ഇപ്പോൾ ആ അവകാശവാദത്തിന് തെല്ലെങ്കിലും പോറലേൽപ്പിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ഉയർത്തിവിട്ട വാദങ്ങൾ അതിൽ തൊഴിലാളികളും അസംഘടിത മേഖലയിലുള്ള ആളുകളും പാവപ്പെട്ടവരുമൊക്കെയാണ് തനിക്ക് പിന്തുണയുമായി ഉണ്ടാവുക എന്നുള്ളതായിരുന്നു പി വി അൻവർ വാദമായി ഉന്നയിച്ചിരുന്നത്. അത് തെളിയിക്കുന്നത് കൂടിയാണ് ഈ റോഡ് ഷോ എന്ന് പറയേണ്ടി നീങ്ങുന്നത്. പോകുന്ന വഴിയിലൊക്കെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ കാണാം. UDFന്റെ പ്രധാനപ്പെട്ട പരിപാടി, പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി ഇപ്പോൾ മൂത്തേടത്ത് നടക്കുമ്പോഴാണ് ചുങ്കത്തറ പിന്നിട്ട് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിൽ ഗതാഗത കുരുക്കം ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു. അത്രയധികം ജനപങ്കാളിത്തം ഈ റോഡ് ഷോയിൽ ആദ്യം മുതൽ തന്നെ, അതായത് തുടങ്ങിയ ഇടം മുതൽ തന്നെ നമ്മൾ കാണുകയാണല്ലോ. അത് അതേപടി തുടരുകയാണോ ചുങ്കത്തറ പിന്നിടുമ്പോഴും ദീപക്? വലിയ ജനപങ്കാളിത്തം തന്നെ തുടരുന്നു എന്നുള്ളതാണ് സുജയ. കാരണം ഈ കെട്ടിടത്തിന്റെ മുകളിലടക്കം കയറി നിന്നുകൊണ്ട് പി വി അൻവറിനെ കാണാൻ, യൂസഫ് പത്താനെ കാണാൻ, അഭിവാദ്യം ചെയ്യാനൊക്കെ ആളുകൾ കാത്തു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തവുമാണ്. മഴയുണ്ട്, നേർത്ത മഴയാണ്. ആ മഴയെ ഒട്ടും വകവയ്ക്കാതെയാണ് ഈ ഒരു ആവേശം അലതല്ലിക്കൊണ്ടുള്ള റോഡ് ഷോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റൂറൽ മേഖലയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ, അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പി വി അൻവറിന്റെ റോഡ് ഷോയെ അഭിവാദ്യം ചെയ്യാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കണക്കിന് വേണമെങ്കിൽ പറയാം, യൂസഫ് പത്താനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയാം. അതൊരു പരിധിവരെ ശരിയുമായിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് പി വി അൻവർ എന്ന് പറയുന്ന ഇഫക്റ്റ് അത് ഉണ്ടാക്കുന്ന ഓളം തന്നെയാണ് ഇത്തരത്തിൽ ആളുകളെ കൂടുതൽ എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്. ഈ നിലമ്പൂരിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞായറാഴ്ച അത്ര കണ്ട് സജീവമാകുന്ന ദിനമൊന്നുമല്ല. കഴിഞ്ഞ ഞായറാഴ്ചകളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്ര കണ്ട ഒരു ജനബാഹുല്യം ഒരിടത്തും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. 3 ഇടങ്ങളിൽ ഞാൻ നേരത്തെയും അത് കണ്ടൊന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. അതായത് അമരമ്പലത്ത് മുഖ്യമന്ത്രിയുണ്ട്, അതോടൊപ്പം തന്നെ മൂത്തേടത്ത് പ്രിയങ്ക ഗാന്ധിയുണ്ട്. അൻവറിന്റെ പര്യടനം ഇതാ മണ്ഡലത്തിലുടനീളം തുടരുകയാണ്. അത് വഴിക്കടവിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ മറ്റ് 2 ഇടങ്ങളിലും ഉള്ളതിന് ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും അധികം ആൾക്കൂട്ടം ഈ ഒരു പരിപാടിയിലേക്ക് വരികയാണ്. അത് വോട്ടായി മാറുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന കണക്കുകളൊക്കെ ഒന്ന് മാറാനുള്ള സാധ്യതയല്ലേ കാണുന്നത് ദീപക്? ഈ കാണുന്ന ജനക്കൂട്ടം വോട്ടായി മാറുമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ റോഡരികിലൊക്കെ കാത്തു നിൽക്കുന്ന ആളുകൾ കേവലം യൂസഫ് പത്താനെ കാണാൻ മാത്രമാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാനും കഴിയില്ല. എന്നാൽ ഈ കാണുന്ന മനുഷ്യരെല്ലാം പൂർണ്ണമായും പി വി അൻവറിന് വോട്ട് ചെയ്യുമെന്നും കരുതാൻ കഴിയില്ല. എങ്കിൽ പോലും ഇത്രയധികം ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയൊരു റോഡ് ഷോ സംഘടിപ്പിക്കുക വഴി നിലമ്പൂർ നഗരത്തിൽ നിന്ന് വഴിക്കടവ് വരെ പോകുന്ന 22 കിലോമീറ്ററിൽ തന്റെ സാന്നിധ്യമുണ്ട്, താൻ ഇവിടെ മത്സരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തനിക്ക് അത്ര കണ്ട് പിന്തുണയുണ്ട്
ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമായി കാണേണ്ടതുമില്ല. ഒരു സംഘടനാ സംവിധാനത്തിന്റെയും ഭാഗമായല്ല പി വി അൻവർ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2016-ലും 2021-ലും CPIM എന്ന് പറയുന്ന സംഘടനയുടെ എണ്ണയിട്ട യന്ത്രം കണക്കിനുള്ള പ്രവർത്തനങ്ങൾ പി വി അൻവറിന്റെ പിൻവശത്ത് പിൻബലമായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പിൻബലം പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ടാണ് ഇത്തവണ താൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പി വി അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഇത്ര കണ്ട വലിയ ജനപങ്കാളിത്തം സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 9 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ജനങ്ങളുമായി അടുത്തിടപഴകിയതിന്റെ ആത്മബന്ധം ഉണ്ടാക്കിയതിന്റെ ബാക്കി പത്രം എന്നുള്ള നിലക്കാണ് ആളുകൾ തന്നെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പി വി അൻവർ തന്നെ പറയുകയും ചെയ്യുന്നത്. അത് അദ്ദേഹം ഇന്ന് ഉൾപ്പെടെ നമ്മളോട് പ്രതികരിക്കുമ്പോഴൊക്കെ പറഞ്ഞത് ശരിയാണെങ്കിൽ, അത് വോട്ടായി മാറുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ബദലായിക്കൊണ്ട് പി വി അൻവർ മാറുമോ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് കേവലം 2 ദിവസങ്ങൾ മാത്രമാണ്. പരസ്യ പ്രചരണത്തിലേക്ക് ചൊവ്വാഴ്ച പരസ്യ പ്രചരണം അവസാനിക്കും. പിന്നീട് നിശബ്ദ പ്രചരണത്തിലേക്കും ഏറ്റവും ഒടുവിൽ 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്കും പോവുകയാണ്. ആ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പി വി അൻവർ ഉയർത്തിയ കാര്യങ്ങൾ അത് എത്ര കണ്ട് പ്രസക്തമായി ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടും. അതിന്റെ ഒരു ഉത്തരമാവുക 23-ാം തീയതി ആയിരിക്കും. പി വി അൻവർ ഉയർത്തിവിട്ട വലിയ കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റ് ജനങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അലട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ആ സമയത്ത് വരികയും ചെയ്യും. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം ഇനി എത്ര ദൂരമുണ്ട് ദീപക് മലയമ്മ? ഇപ്പോൾ ചുങ്കത്തറ പിന്നിട്ടിരിക്കുന്നു. നേരത്തെ പിന്നിട്ട ഭാഗം ചന്തക്കുന്ന് ഭാഗത്തേക്കാണ് പ്രിയങ്ക ഗാന്ധി ഇനി എത്തുന്നത്. മൂത്തേടത്ത് നിന്ന് ചന്തക്കുന്നിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനവും എത്തുകയാണ്. പി വി അൻവർ വഴിക്കടവിലേക്ക് എത്താൻ എത്ര നേരം എടുക്കും? അതിനുശേഷം പൊതുസമ്മേളനമായിട്ടാണോ ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്? സുജയ, ഇതിൽ ഏറ്റവും കൗതുകരമായ കാര്യം, ഞാനിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കൂടെ ഇരുചക്ര വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു എത്ര ദൂരമാണ് ഇനി പിന്നിടാനുള്ളത് എന്നുള്ളതാണ്. ഏതാണ്ട് 15 കിലോമീറ്ററോളം ദൂരം ഇനിയിപ്പോൾ ചുങ്കത്തറയിൽ നിന്ന് പിന്നിടാനുണ്ട് എന്നുള്ളതാണ്. 15 കിലോമീറ്റർ കൂടി ഈ റോഡ് ഷോ നീങ്ങാനുണ്ട്. നമ്മൾ കണ്ടതാണ് മണ്ഡലത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. വഴിക്കടവ് പി വി അൻവറിന് വലിയ സ്വാധീനമുള്ള ഇടമാണ്. അവിടെയാണ് ഈ റോഡ് ഷോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കോടതിപ്പടിയിൽ നിന്ന് തുടങ്ങി, അതായത് മണ്ഡലാതിർത്തിയിൽ നിന്ന് തുടങ്ങി വഴിക്കടവിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മണ്ഡലത്തിലെ ആകെ ഇളക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന പി വി അൻവർ MLA സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരിച്ച് MLA ആയി അൻവർ തന്നെ വീണ്ടും വരുമോ എന്ന ഒരു ചോദ്യം കൂടി മുന്നണികൾക്ക് മുന്നിൽ ഉയർത്തുകയാണ്. അൻവർ പിടിക്കുന്ന വോട്ട് അത് 2 മുന്നണികൾക്കും വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകവുമാണ്.